നരേന്ദ്രൻ, ഒരു ആർക്കിടെക്ട്, നാട് പട്ടാമ്പി. ഈ ബിൽഡിംഗ് ഞാൻ ഡിസൈൻ ചെയ്തതാണ്. ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയരം കൂടിയത്. ഇപ്പോൾ ഇതിലും എത്രയോ ഉയരത്തിൽ ഞാനൊരു സ്വപ്നം ഡിസൈൻ ചെയ്യുകയാണ്. അത് നന്ദ എന്ന തന്നെ ബേസ് ചെയ്താണ്. ഐ ലവ് യു നന്ദ, ഐ ലവ് യു. വളരെ നിസ്സാരമായി ഞാനിത് അവതരിപ്പിച്ചെങ്കിലും എനിക്കതിന്റെ സീരിയസ്നെസ് അറിയാം. ഒറ്റയടിക്ക് ഒരു നോ പറയരുത്. പ്ലീസ് തിങ്ക് അബൌട്ട് ഇറ്റ്. പട്ടാമ്പിക്കാരാ, ഐ തിങ്ക് ഐ ടു ലവ് യു. പറയൂ, എന്നാണ് നമ്മൾ പട്ടാമ്പിക്ക് പോകുന്നത്? വൈകാതെ. പിന്നെ നന്ദ വീട്ടിൽ കയറി ചെല്ലുമ്പോ സത്യത്തിൽ ഞെട്ടും. അതുപോലൊരു വണ്ടർ അവിടെ കാത്തിരിപ്പുണ്ട്. എന്താ അത്? അത് പറയില്ല, ഒരു സസ്പെൻസ്. അതങ്ങനെ തന്നെ നിൽക്കട്ടെ. അവിടെ പറയൂ നരൻ, പ്ലീസ്. ശരിക്കും ഞെട്ടോ? പിന്നെ വാ പൊളിച്ചതാ ഇങ്ങനെ ഇരുന്നു. എന്നാ വെയിറ്റ് ചെയ്യാ. എനിക്ക് കൊതി കൂടുന്നു കേട്ടോ പട്ടാമ്പിയിലെ വീട്ടിൽ പോവാൻ. എൻ്റെ അമ്മ പറഞ്ഞു തന്നതിൽ കിട്ടിയൊരു പിക്ചർ. കേരളം എൻ്റെ മനസ്സിൽ അത്രയേ ഉള്ളൂ. കാവ്, കുളം, ആമ്പൽപ്പൂ, അമ്പലം, ശിവേലി, അങ്ങനെ. അമ്മയ്ക്കതെല്ലാം നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖം എപ്പോഴും ഉണ്ടായിരുന്നു. അച്ഛൻ തികച്ചും ഓപ്പോസിറ്റാ. അച്ഛന് കേരളം ഇഷ്ടമേ അല്ലായിരുന്നു. നമുക്കൊരു നാടൻ ലൈഫ് വേണം. സിറ്റിയിലെ തിരക്കിൽ നിന്ന് ഓടിച്ചോടിച്ചെല്ലാൻ നാട്ടും പുറത്തൊരു വീട്. എനിക്ക് സത്യത്തിൽ സിറ്റിയാണ് ഇഷ്ടം. എന്താ എഴുതിക്കൊണ്ടിരിക്കുന്നത്? ഒന്നില്ല. നോക്കട്ടെ. ഒന്നില്ലെന്നേ. എന്താ തരുന്നല്ലേ? എന്താ പോയി മോളെ, ദൈവത്തിന്റെ അടുത്തേക്ക് തിരിച്ചു പോയി. എനിക്ക് കാണണം, എനിക്ക് കാണണം, എനിക്ക് കാണണം. നരൻ എന്നെ വിട്ടു പോയില്ല. കള്ളമാണ്. നരൻ എന്നെ വിട്ടു പോയില്ല. എനിക്ക് കാണണം. നരൻ എന്നെ വിട്ടു പോയില്ല. ഒരു വണ്ടി അറേഞ്ച് ചെയ്യ. ഇവളെ നാട്ടിലേക്ക് കൊണ്ടുപോകണം. ഒന്ന് കണ്ടോട്ടെ അവസാനമായി. ഞാൻ ഉണ്ണിയാണ്, കൃഷ്ണനുണ്ണി. അപ്പൂനെയും ഉണ്ണിയും ഇരട്ട പ്രസവിച്ചതാ. ആരാത്? അപ്പൂന്റെ ബാംഗ്ലൂരിലുള്ള. ബാംഗ്ലൂരിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോ ഓർത്തു. മോളുണ്ടെന്ന് ആരും പറഞ്ഞില്ല. എന്നെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. നന്ദ ഇവിടെ വന്ന ദിവസം ഒരു അത്ഭുതം പോലെ തോന്നാൻ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണെന്നൊക്കെ അവൻ പറഞ്ഞിരുന്നു. ഞാൻ എന്താണ് വിശ്വസിക്കേണ്ടത്? എന്റെ കണ്ണുകളെയോ അതോ നിങ്ങളൊക്കെ പറയുന്ന വാക്കുകളെയോ? നരൻ, പ്ലീസ് ഈ കളി മതിയാക്കൂ. ഞാൻ തോറ്റു. എനിക്ക് താങ്ങാൻ വയ്യ നരൻ. പ്ലീസ് നരൻ, പ്ലീസ്, പ്ലീസ് നരൻ. എന്താ ഈ കാണിക്കണേ? ഞാൻ ഉണ്ണിയാണ്. അതെ, എനിക്ക് മനസ്സിലാവുന്നു. അപ്പോ എനിക്ക് പറയേണ്ടത് ഞാൻ ആരാണെന്നാണ്. അത് പറഞ്ഞു തരാമോ? Tell me please. ബാംഗ്ലൂരിൽ നിന്നാണ്. പേര് ഹസൻ. നരേന്ദ്രന്റെ ഒരു. അറിയാം, ഹസൻ ഭായ്. പിന്നെ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ വേറൊരു മോഹം കൂടെ ഉണ്ട് ഇപ്പോ. അവളെ ഇനി ഇവിടുന്ന് എങ്ങോട്ടും പറഞ്ഞയക്കേണ്ടെന്ന ആഗ്രഹം. ഉണ്ണിയെ കൊണ്ട് അവളെ സ്വീകരിക്കാൻ ഈ വീടിനേക്കാൾ അർഹതയുള്ളൊരിടം വേറെ എവിടെയാ ഉള്ളത്? നന്നായി. നോക്കുന്നുണ്ടാ, നിന്റെ നരേന്ദ്രൻ മരിച്ചു പോയിരിക്കുന്നു. ഇനി ഒരിക്കലും നിനക്ക് അയാളെ തിരിച്ചു കിട്ടില്ല. പക്ഷേ എന്തിനു ദൈവം അതുപോലെ ഉണ്ണി സൃഷ്ടിച്ചത്? അല്ലെങ്കിൽ എന്തിനാ അയാൾ എനിക്ക് കാണിച്ചു തന്നു? നീ അടക്കം എല്ലാവരും എന്താണ് ആവശ്യപ്പെടുന്നത്? നരന്റെ സ്ഥാനത്ത് ഞാൻ മറ്റൊരാളെ.
ഇല്ല വിമല, എനിക്ക് കഴിയില്ല. പക്ഷേ ഒരു സത്യം ഞാൻ നിഷേധിക്കുന്നില്ല. ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത് ഉണ്ണിയേട്ടൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. നരൻ എന്നെ വിട്ട് പോയിട്ടില്ല എന്ന് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നത് ആ മുഖം ചൂണ്ടിക്കാണിച്ചിട്ടാണ്. ഈ വീട്ടിൽ ഇന്നും കഴിയാൻ എന്നെ അനുവദിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് അതിനാണ്. പക്ഷെ അതിനൊക്കെ നിങ്ങൾ പറയുന്ന ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. നരൻ, ഒരു നിമിഷം നരനെ മറന്ന് ജീവിതത്തെ സ്നേഹിച്ചു പോയി കുട്ടിയുമായി ഞാൻ എവിടെയുണ്ട്? എന്ത് ശിക്ഷ ഏൽക്കാം? എന്ത് പ്രായശ്ചിത്തം ചെയ്യാം? നന്ദ,